എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് സുമിത്രയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സരസ്വതി അമ്മയും കൂടി നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അമ്മയുടെ കാലിന് ഇത്രയ്ക്കൊക്കെ കുഴപ്പമുള്ളായിരുന്നോ എന്നുള്ള രീതിയിൽ സുമിത്ര ഇങ്ങനെ സരസ്വതി അമ്മയോട് ചോദിക്കുകയാണ്. മോളെ, നീ ആണെങ്കിൽ ആ ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാൻ പോയതാണല്ലോ, അപ്പൊ മോളെ അമ്മ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. പിന്നെ നടക്കാനൊന്നും പറ്റില്ലെങ്കിലും അധികം വെച്ച് ഞാൻ ആ ഒരു ബാത്റൂമിൽ പോയതാണ്. നിന്നെ വിളിച്ചിട്ട് നീ കേട്ടുമില്ല, അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പൊ സുമിത്രയ്ക്ക് ഏകദേശം കാര്യങ്ങളുടെ ആ ഒരു കിടപ്പൊക്കെ പിടികിട്ടി. സരസ്വതി അമ്മ നല്ല ഒന്നാം തരം ഉടായ്പാണ് എന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആയിക്കോട്ടെ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ എന്നെ ഒന്ന് നീട്ടി വിളിച്ചാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാന്ന് പറയാണ്. അങ്ങനെ സരസ്വതി അമ്മ വലിയ വയ്യായ്കൊക്കെ കാണിച്ച് പുള്ളിക്കാരിനെ പിടിച്ച് നമ്മുടെ സുമിത്ര ആ ഒരു കട്ടിലിൽ അങ്ങ് കിടത്തിയ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയെയാണ്. അപ്പൊ രഞ്ജിതയാണെങ്കില് അത്യാവശ്യമായിട്ട് നമ്മുടെ പങ്കജിന്റെ കോള് വന്നിരിക്കുകയാണ്. അപ്പൊ പങ്കജിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ നീ പെട്ടെന്ന് വിളിക്കാനുള്ള കാര്യം? അമ്മ, ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാല് സുമിത്ര ആന്റി നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് ചെറിയൊരു പണി നമുക്കെതിരെ തന്നിട്ടുണ്ട്. അതെ, നമ്മള് ക്ഷേത്രത്തിൽ പോയ സമയത്ത് അനിരുദ്ധേട്ടൻ ആ ഒരു ക്ഷേത്രത്തിൽ വന്നില്ലേ, അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ വന്നോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൂജയെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അമ്മ ഒരു കാര്യം ചെയ്, അമ്മ ആ ഒരു മാനേജറെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറയാണ്. അപ്പൊ രഞ്ജിത പറയുന്നുണ്ട്, മോനെ ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ്, നീ ആ കാര്യം ഒന്ന് പറയാൻ പറയാണ്. അപ്പം പങ്കജ് പറയുന്നുണ്ട്, അമ്മ അവൾ ഇവിടെ വന്നിരിക്കുന്നത് CCTV ഫുട്ടേജ് നോക്കാനാണ്. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യണം, മാനേജറെ വിളിച്ച് പറയ്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് പങ്കജ് കോള് കട്ട് ചെയ്യാണ്. അപ്പൊ പൂജയാണെങ്കിലോ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ നമ്മുടെ പങ്കജ് പറയുന്നുണ്ട്, ഈ ക്ഷേത്രമൊക്കെ ആയിട്ട് എന്റെ അമ്മയ്ക്കൊക്കെ നല്ല ബന്ധമുള്ളതാണ്, അപ്പൊ നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി അവിടുത്തെ ആ ഒരു മാനേജറെ കണ്ട് സംസാരിക്കാം. CCTV ഫുട്ടേജിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അനിരുദ്ധേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ സുമിത്രാന്റിയുടെ തോന്നലാണെങ്കിൽ അതും നമുക്കറിയാൻ പറ്റുമെന്നും പറഞ്ഞ് പങ്കജ് ഇങ്ങനെ പൂജ അവിടെ പിടിച്ചിരുത്തുകയാണ്. അപ്പൊ പൂജയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, ഇവനൊരു പറ്റിപ്പാണെന്നുള്ള കാര്യവും പൂജയ്ക്ക് ഇപ്പൊ അറിയില്ലല്ലോ. പൂജയുടെ മുന്നിൽ വളരെ നല്ല പുള്ളി കളിച്ചു നിൽക്കുകയാണ് പങ്കജ്. അങ്ങനെ പങ്കജ് നേരെ മാനേജറുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ രഞ്ജിതയുടെ കോളൊക്കെ അവിടെ എത്തിയിട്ടോ. രഞ്ജിത കാര്യങ്ങളെല്ലാം വിളിച്ച് മാനേജറോട് പറഞ്ഞത് കൊണ്ട് തന്നെ, രഞ്ജിത മേഡത്തിന്റെ മോനാണല്ലേ, പങ്കജാണല്ലേ, ഓക്കെ, മേഡം എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കുക, ഞാൻ ആ ഒരു വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാന്ന് പറയാണ്. അപ്പം വിഷ്വൽ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അനിരുദ്ധ് കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അനിരുദ്ധിനെ കണ്ടതും അങ്കിളെ, ഇവനെ ഈ ചേട്ടനെയാണ് ഇതിന്ന് മായ്ച്ചു കളയേണ്ടത്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എന്റെ മോനെ, അതിനൊക്കെ എന്താ ഇപ്പൊ, അതൊക്കെ എളുപ്പമുള്ള കാര്യമല്ലേ. പിന്നെ രഞ്ജിത മേഡം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ് അയാൾ ആ ഒരു വിഷ്വൽസിലൊക്കെ എന്തൊക്കെയോ കൃത്രിമം കാണിക്കുകയാണ്. അങ്ങനെ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് വെളിയിലുള്ളത്, അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് പങ്കജ് പോയി പൂജയെ വിളിച്ചുകൊണ്ട് വരികയാണ്. പൂജ വന്ന പാടെ തന്നെ ഇവിടെ ഉണ്ടാകും ആ ഒരു വിഷ്വൽസ് എന്നും പറഞ്ഞ് മാനേജർ ഓരോ വിഷ്വൽസും കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ ദീപുവും കുടുംബവും ഒക്കെ വന്നതും അതുപോലെ അനന്യയൊക്കെ ഇവർ കാണുന്നുണ്ട്. പക്ഷേ അതില് നമ്മുടെ അനിരുദ്ധ മാത്രം ഇല്ല. എന്താണ് അനിരുദ്ധേട്ടൻ ഇല്ലല്ലോ, ഇനിയിപ്പൊ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിൽ പൂജ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും പങ്കജ് പറയുന്നുണ്ട്, പൂജ, സുമിത്ര ആന്റി എപ്പോഴും മക്കളെ കുറിച്ച് തന്നെയല്ലേ ആലോചിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആന്റിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും, നീ എന്തായാലും വിഷമിക്കണ്ട, ആന്റിയോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാന്നും പറഞ്ഞ് ഇവളെയും കൂട്ടി തിരികെ പോരാൻ തുടങ്ങുകയാണ് പങ്കജ്. അപ്പൊ പങ്കജ് വിചാരിച്ച പോലെ തന്നെ ആ ഒരു കാര്യങ്ങൾ എത്തിയിരിക്കുക. പങ്കജ് എന്നിട്ട് പറയുന്നുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്താലോ, നിനക്ക് ഇന്ന് എന്തായാലും ഓഫല്ലേ, നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ട് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ, അവിടെ ആകുമ്പം നിന്റെ അച്ഛമ്മയും നിന്റെ അമ്മയും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഒന്ന് കാണുകയൊക്കെ ചെയ്യാം. അതിപ്പം വേണ്ട, എന്തായാലും അപ്പൂട്ടനോട് ഞാൻ ഉടക്കിയാണല്ലോ പോകുന്നത്, ഞാൻ തിരികെ വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് പൂജയാണെങ്കിൽ അപ്പൂന്റെ അരികിലേക്ക് പോകാനാണ് താല്പര്യം കാണിക്കുന്നത്. പങ്കജാണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും പൂജയെ വളച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ആ സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെയാണ്. അനിരുദ്ധ അനന്യയോട് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് നമ്മുടെ പ്രതീഷിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്.
പ്രതീഷ് ആണെങ്കിൽ വളരെ സങ്കടത്തിലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. തന്റെ ചേട്ടൻ തന്നെയാണ് തന്നെ ചതിച്ചത് എന്നുള്ള ആ ഒരു സത്യമൊക്കെ പ്രതീഷ് ഈ അടുത്ത കാലത്ത് രഞ്ജിത വഴി അറിഞ്ഞല്ലോ. അപ്പൊ രഞ്ജിതയാണ് ഇത്രയും കാലവും തന്നെയും തന്റെ കുടുംബത്തെയും വേട്ടയാടി ഇരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ആ പാവപ്പെട്ട പ്രതീഷിന് അറിയില്ലല്ലോ. ആ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ പ്രതീഷ് തന്റെ ചേട്ടൻ തന്നെ ചതിക്കുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അനിരുദ്ധ് വന്നപ്പോഴത്തേക്കിനും അനിരുദ്ധിനോട് ആ ഒരു ദേഷ്യത്തിൽ പെരുമാറുകയാണ്. അനിരുദ്ധിനാണെങ്കിലോ പാവം കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. പാവം പറയുന്നുണ്ട്, നിനക്ക് എന്താ മോനെ, എന്താ പ്രതീക്ഷ നിനക്ക് പറ്റിയത്? എനിക്കാണെങ്കിൽ ഇതാ അമ്മയ്ക്ക് വേണ്ടി ബലിയൊക്കെ ഇട്ടതിന് ശേഷം എനിക്ക് നിന്നെ കാണണമെന്നൊക്കെ തോന്നിയടാ, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പ്രതീഷ് ആണെങ്കിൽ വലിയ താല്പര്യം ഇല്ലാത്ത പോലെയാണ് അനിരുദ്ധിന്റെ അടുത്ത് പെരുമാറുന്നത്. അനിരുദ്ധ് പറയുകയാണ്, അതെ ഞാൻ വന്നിട്ടും നീ എന്താ എന്നോടൊരു വലിയ മൈൻഡില്ലാതെ സംസാരിക്കുന്നത്? എന്ത് പറയാനാ ചേട്ടാ, എന്തായാലും ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങരുതെന്ന് എന്റെ സ്വന്തം കൂടപ്പുറപ്പ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സത്യം ഞാൻ അറിയുമ്പം, അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എങ്ങനെയാണ് ചിരിച്ചു കളിച്ച് ചേട്ടനോട് സംസാരിക്കുന്നതെന്ന് പ്രതീക്ഷ ചോദിക്കുകയാണ്. അപ്പൊ പ്രതീഷിന്റെ ഈ ഒരു ചോദ്യം കേട്ടതും, നീ എന്താ പ്രതീക്ഷ ഈ പറയുന്നത്? ഞാൻ നിനക്കെതിരെ എന്ത് ചെയ്തെന്നാണ്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ സംസാരിക്കണ്ട. ദേ അറിഞ്ഞിട്ട് തന്നെയാണ് ഏട്ടാ ഞാൻ ഈ പറയുന്നത്. ഏട്ടനിപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് എന്റെ കുഞ്ഞിനെ ഒരുപക്ഷെ എനിക്ക് തിരിച്ചു തരേണ്ടി വരും എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഏട്ടൻ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്. എന്തായാലും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പം പ്രതീഷിനോട് നമ്മുടെ അനിരുദ്ധ് പറയുകയാണ്, എടാ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നിന്റെ തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ ഏകദേശം കൈവിട്ടു പോയ അവസ്ഥയിലാണ്. പ്രതീക്ഷിന് നല്ല ദേഷ്യമാണ് നമ്മുടെ അനിരുദ്ധിനോടുള്ളത്. അങ്ങനെ ആ ഒരു കാര്യം കഴിയുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് രഞ്ജിതയൊപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ. രഞ്ജിത പോയ ആ ഒരു തക്കത്തിന് അരവിന്ദൻ അവിടെ അങ്ങനെ നിൽക്കുക. അപ്പൊ അരവിന്ദൻ നിൽക്കുമ്പോഴത്തേക്കിനും സുമിത്ര പതിയെ തന്റെ ആ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങുകയാണ്. അരവിന്ദനെ പതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതെ അരവിന്ദന് കുടിക്കാനായിട്ട് ജ്യൂസ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുകയാണ്. എനിക്ക് മധുരം ഇല്ലാതെ എന്തെങ്കിലും എടുത്താൽ മതിയെന്നും പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും എന്തായാലും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നോ, ഞങ്ങൾ ഒരുപാട് കാലം ഇവിടെ താമസിച്ചതാണല്ലോ. ആ താമസിച്ചുകൊണ്ടിരുന്നപ്പം എന്റെ കുറച്ച് സാധനങ്ങളും രോഹിത്തിന്റെ കുറച്ച് സാധനങ്ങളും ഒക്കെ ഇവിടുത്തെ റൂമിലുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ ഞാനിപ്പോ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല. അതൊക്കെ എവിടെയാണെന്ന് അറിയാവോന്ന് ചോദിക്കുകയാണ്. മണ്ടനായ നമ്മുടെ അരവിന്ദനാണെങ്കിലോ ആ സാധനോ അല്ല, ആ സാധനം എന്തിനാണിപ്പോ? അതെ അതിനകത്ത് എന്റെ ചില പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രോഹിത്തിന്റെ ഓർമ്മകളായിട്ട് എനിക്കിനി അതൊക്കെയല്ലേ ഉള്ളൂ. രോഹിത്തിനെ ഇനി എനിക്ക് ജീവനോടെ കാണാൻ പോലും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ എവിടെയാണെന്നൊന്ന് പറയാവോന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ പോയ തക്കത്തിന് ഞങ്ങൾ അതെല്ലാം വാരി കൂട്ടി കുറെയൊക്കെ ഞങ്ങൾ കത്തിച്ചു കളഞ്ഞു. കുറച്ച് സാധനങ്ങളെല്ലാം വാരി ഒരു സ്റ്റോർ റൂമിൽ പൂട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റോർ റൂമിന്റെ കീ തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുമിത്ര ഇത്രയും താഴ്മയോടുകൂടി സംസാരിക്കുമ്പോഴത്തേക്കിനും അരവിന്ദന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അരവിന്ദൻ പറയാണ്, ആ സ്റ്റോർ റൂമിന്റെ താക്കോല് തരാന്നും പറഞ്ഞ് വേഗം പോയി ആ ഒരു താക്കോല് കൂട്ടം എടുത്ത് നമ്മുടെ സുമിത്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. സുമിത്രയാണെങ്കിലോ തന്റെ ആ ഒരു അടവ് ഫലിച്ചു. എന്തായാലും താൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകണമല്ലോ. അങ്ങനെ അവൾ ആ ഒരു സ്റ്റോർ റൂം തുറക്കുകയാണ്. തുറന്ന് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാല് ഇവര് പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന ആ ഒരു സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ സുമിത്രയാണെങ്കിൽ നേരെ പോയി നോക്കുമ്പോൾ രോഹിത്തും സുമിത്രയും കൂടി ഒരുമിച്ച് നിന്നെടുത്ത ആ ഒരു ഫോട്ടോയും അതുപോലെ നമ്മുടെ രോഹിത്തിന്റെ ഒരുപാട് ഡ്രസ്സുകളും. അപ്പൊ സുമിത്രയാണെങ്കിൽ ആ ഒരു പഴയ കാലത്തേക്ക് തന്നെ പോവുകയാണ്. രോഹിത്തും സുമിത്രയും കൂടി ഒരുമിച്ച് സന്തോഷിച്ച് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ആ ഒരു പെട്ടിയുടെ അകത്ത് നിന്നും നമ്മുടെ രോഹിത്ത് കരുതി വെച്ചിരുന്ന, ശരിക്കും പറഞ്ഞാല് രോഹിത്ത് അവശേഷിപ്പിച്ച് വെച്ചിരുന്നു പോയ ആ ഒരു സംഭവം എന്ന് വേണം പറയാനായിട്ട്, ആ ഒരു ഡയറി നമ്മുടെ സുമിത്രയുടെ കയ്യിൽ കിട്ടുകയാണ്. ഡയറി എടുത്ത ഓരോ പേജ് താളുകളും മറിച്ച് നോക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സുമിത്ര ഞെട്ടുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു രഞ്ജിതയെ കുറിച്ചിട്ട്, രഞ്ജിതയുടെ സഹോദരനാണ് നമ്മുടെ രോഹിത്ത്, എന്നാലും രഞ്ജിതയെ കുറിച്ചിട്ട് ഒരുപാട് മോശമായ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത്രയും വലിയ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള സഹോദരിയാണ് രഞ്ജിത എന്നുള്ള കാര്യം രോഹിത്തിന്റെ ആ ഒരു ഡയറി വായിക്കുന്നതിലൂടെ നമ്മുടെ സുമിത്ര തിരിച്ചറിയാണ്. സുമിത്രയാണെങ്കിലോ ഇത്രയും വലിയ കൊടും ചതിയാണ് തന്നോട് ചെയ്തത് രഞ്ജിത. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു രഞ്ജിതയെ ഒരു കാരണം വെച്ചാലും താൻ ഇനി വെറുതെ വിടില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ പുറത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ രഞ്ജിത കൊച്ചമ്മ വീട്ടിലെത്തിയിട്ടോ. അപ്പം അരവിന്ദനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്,
അരവിന്ദേട്ടാ, ദേ ഞാൻ കൊടുത്ത ആ ഒരു മെനു അനുസരിച്ച് തന്നെയാണോ അവള് ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങൾക്ക് ആ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നോന്ന് ചോദിക്കുകയാണ്. മെനു, നിന്റെ മെനു ദേ അവള് 4ആയിട്ട് മടക്കി കീറി അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ അവളോടൊരു ജ്യൂസ് ചോദിച്ചു. ഇനി ഞാൻ ജ്യൂസ് ചോദിച്ചത് ഇഷ്ടപ്പെടാനിട്ടാണോന്ന് അറിയത്തില്ല. അവള് ഈ മെനു ഒക്കെ നിന്റെ ഭാര്യയോട് പറഞ്ഞ് ഉണ്ടാക്കാനാ പറഞ്ഞത്. പിന്നെ ഇപ്പതാ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞു വന്ന് എന്നോട് ഒന്ന് സംസാരിച്ചു. അപ്പോഴാണ് അവളൊരു കാര്യം പറഞ്ഞത്. അതെ, അവൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം നമ്മുടെ ആ സ്റ്റോർ റൂമിലുണ്ടല്ലോ. അപ്പൊ ആ സാധനങ്ങളൊക്കെ അവൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും നിന്നില്ല. പഴയ സാധനങ്ങളല്ലേ, ആക്രി സാധനങ്ങളല്ലേ, എടുത്ത് നോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിന്റെ ആ ഒരു താക്കോല് കൊടുത്തു എന്ന് പറയുകയാണ്. എന്റെ ദൈവമേ, ഇത് കേട്ട് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ, എന്റെ അരവിന്ദേട്ടാ നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ഈ കാണിച്ചത്? അതിനകത്താണ് രോഹിതേട്ടന്റെയും അതുപോലെ തന്നെ ആ സുമിത്ര ഉപയോഗിച്ചിരുന്നതുമായിട്ടുള്ള സകല സാധനങ്ങളും ഉള്ളത്. അതിനകത്ത് ഞാൻ വേറെയും കുറച്ച് പേപ്പറുകളൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെയുള്ള ഒരു മണ്ടത്തരം ഇനി ആവർത്തിക്കല്ലേ എന്നും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ അരവിന്ദന് മുന്നിൽ ഇങ്ങനെ തൊഴുത് നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും അവൾ ആ ഒരു റൂമിൽ തന്നെ ഉണ്ടാവും, പോയി നോക്കാന്നും പറഞ്ഞ് രഞ്ജിത പിന്നാലെ അങ്ങ് പോവുകയാണ്. അപ്പൊ അരവിന്ദൻ അതിന്റെ വാലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ പോയി നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇതാ ആ ഒരു പേപ്പർ കഷ്ണം കയ്യിൽ എടുത്തു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വിലപ്പെട്ട ഒരു രേഖയാണ് നമ്മുടെ സുമിത്രയുടെ കൈവശം കിട്ടിയിരിക്കുന്നത്. അത് രഞ്ജിതക്കെതിരെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ സുമിത്രയ്ക്ക് ഒട്ടും സംശയം ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ് ഇന്ന് നടക്കുന്നത്. കൂട്ടുകാരെ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കമന്റ്സ് ഇനിയും ഇടുക, ലൈക്ക് ഇടുക. അപ്പം ഓക്കെ, ബൈ ബൈ.